അടിപൊളിയുടെ മാഗി ഉണ്ടാക്കും. നമ്മുടെ മാഗിയാണ് എല്ലാവർക്കും ഈ വീട്ടിൽ എല്ലാവർക്കും മാഗി വളരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരുടെ സിസ്റ്ററാണ് വീഡിയോ തോന്നിരിക്കുന്നത്. അവർക്ക് ഈ മാഗി ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇളക്കി തുമ്മലും ചുമയൊക്കെയാണ്. വയ്യ എല്ലാവർക്കും ഒരു മാഗി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ആണോ ഒരു ഭംഗിയില്ല. ഇങ്ങനെ ഇത് ഉണ്ടാക്കി വരുമ്പോ അടിപൊളിയാവുന്നാണ് നീതു പറഞ്ഞത്. ഹായ്, വെൽക്കം ടു ഹാപ്പി. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മാഗി. പ്രത്യേകിച്ച് രാത്രി ഭയങ്കരമായ വിശപ്പ്, അത് കാരണം നമ്മള് മാഗി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന മഞ്ഞ മാഗിയാണ്. അതെ, നല്ല മിക്സറായിട്ട് ഉണ്ടാക്കും. കാര്യമായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ വെറുതെ ഇങ്ങനെ പറയാം. നമ്മള് അടിപൊളിയുടെ മാഗി ഉണ്ടാക്കും. നമ്മളെ മാഗിയാണ് എല്ലാവർക്കും ഈ വീട്ടിൽ എല്ലാവർക്കും മാഗി വളരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരുടെ സിസ്റ്ററാണ് വീഡിയോ തോന്നിരിക്കുന്നത്. അവർക്ക് ഈ മാഗി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ റീസൺ കൊണ്ടാണ് നമ്മള് മാഗി ഉണ്ടാക്കുന്നത്. താഴ്ത്തുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇളക്കിയിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ബേക്ക് ചെയ്യാം. വീട്ടില് സ്പൂണിന്റെ ദരിദ്രാണ്. എത്ര പീസാണോ? 7 പീസാണ്. നമ്മള് ഒരു ഗ്ലാസ് വെള്ളമാണ് ഇപ്പൊ ഒഴിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിക്കാം. ഓക്കെ, ഇവിടെ എല്ലാവർക്കും ഇത് ഇളക്കി തുമ്മലും ചുമയൊക്കെയാണ്. ജനലൊക്കെ തുറന്നിട്ടു. വയ്യ എല്ലാവർക്കും ഒരു മാഗി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇത് തിളക്കുന്നില്ല കേട്ടോ. കാണാൻ ഒരു ഭംഗിയില്ല. ഇങ്ങനെ ഇത് ഉണ്ടാക്കി വരുമ്പോ അടിപൊളിയാവുന്നാണ് നീതു പറഞ്ഞത്. അതെ, അങ്ങനെ നമ്മളെ വെള്ളം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അമ്മേ നല്ല കിട്ടുന്നുണ്ട്. ഇനിയുണ്ട് കേട്ടോ കുക്കിങ്. ഇത് വളരെ കാരണം എല്ലാം ഉണ്ടാക്കുന്ന മാതിരിയാണ്. ചീസറുണ്ടല്ലോ, വെറൈറ്റി ഇല്ലേ. അത് 2 കൈ വെച്ചിട്ട് ഉളക്കാം. അതായത് ചൈനക്കാരൊക്കെ ഇങ്ങനെയാണ് ഇറക്കി കൺട്രോൾ. ഇത് വെള്ളമല്ല തോന്നുന്നു. ഇത് ഇങ്ങനെ തന്നെയാ. അത് നല്ല ഉളക്ക് വീഡിയോ എടുക്കല്ലെങ്കിൽ നാളെ പറയുന്നേ. ആക്ച്വലി ഞാൻ ഈ വീട്ടിലെ ഏറ്റവും വലിയ മാഗി സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അതാണ് ഞാൻ ഇതുകൊണ്ട് തന്നെ മാഗി ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരാനുള്ള റീസൺ. ഇപ്പൊ സമയം ഏകദേശം 10 മണി ആയിട്ടുണ്ടാവും. എന്റെ വീട്ടിലേക്ക് എനിക്ക് പോകും വേണം. അങ്ങനെ അത് ഇത് അഴകിട്ടില്ല. ഇവരെ ചൂടാവുന്നു ഗൈസ്. പറയാൻ ഇപ്പൊ പറയാം. ഇങ്ങനെയാണ് മാഗി ഉണ്ടാക്കേണ്ടത്. അതായത് അവിടെ ഇവിടെയും മറ്റേ മസാല ഇങ്ങനെ കൂട്ടി കിടക്കണം. എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തിന്നുമ്പോ. അതിങ്ങനെ ആദ്യമല്ല ഒരു മാഗി ഉണ്ടാക്കാൻ നടക്കേ. എന്തൊക്കെ എല്ലാവർക്കും നന്നാവുന്നത് ഇത് എന്താന്ന് അറിയില്ല. അത് ഇവിടെ സഹായിക്കണ്ട. ഇവിടെ ഉണ്ടാക്കിയുള്ള ആരും തിന്നില്ലല്ലോ. നല്ല ടേസ്റ്റാ. നമ്മൾ എന്ത് ചെയ്യും? മുട്ടയുടെ മല്ലിക്ക് പൊട്ടിക്കും. അരി കൊളായിന്റെ പറയാനല്ലേ. ഓക്കെ, നമ്മള് മുട്ട ഇതിലേക്ക് ഇട്ട് ഇത് ഇറക്കണ്ട. കുറച്ച് ഇല്ലാക്കിയാല് നമ്മുടെ സർപ്രൈസ് ഇപ്പൊ വരും. ഇതാരും ഉണ്ടാക്കാത്ത മാഗി ആയതുകൊണ്ട് നമ്മുടെ സർപ്രൈസ് കാണാൻ ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. നമ്മൾ മൂടി വെച്ചു. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ കണ്ടോ മിക്സ് ആക്കാം. എന്നിട്ട് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തിന്നും. ബൈ ബൈ. മഞ്ഞ നൂഡിൽസിന് മഞ്ഞ പത്രം. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കള്ളം പറയല, സീരിയസിന് നല്ല രസമുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന മാഗി ഇങ്ങനത്തെ ടേസ്റ്റ് അല്ല. അടിപൊളി, നല്ല രസമുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ ഗായ്സ്. അങ്ങനെ നമ്മളിത് ഫുൾ ഫിനിഷ് ആക്കി. 3 സ്പൂണല്ല 4 സ്പൂണും കൂടി ഇതാ ഒരു കൈ.
കൈ വെച്ച് ശരിയില്ല. കുക്കർ. നമ്മൾ വീഡിയോ നേരത്തെ അവസാനിപ്പിച്ചതായിരുന്നു, പക്ഷെ അവസാനിച്ചില്ല. ഇവൾക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും മധുരം കഴിക്കണം. ആയതിനാൽ ഇവൾ എന്ത് ചെയ്യുന്നു? ഇവൾ എന്തോ ചെയ്യുന്നു, നമുക്ക് കാണാം. എന്താ കാരണമെന്ന് ആർക്കും അറിയില്ല കേട്ടോ. എന്തോ ഒരു ഭാഷ, കൊറിയാണെന്ന് തോന്നുന്നു, ചൈനയാണോ? കാണുന്ന വ്യക്തി ഇദ്ദേഹമാണ്. ഹായ്. ഞാൻ കഴിക്കാൻ പോണത് ബ്രെഡും അതേപോലെ ഹണി. കണ്ടോ ഒച്ച? അതായത് ഇത് റസ്ക് പോലെ ആയിട്ടുണ്ട്, അതാ അതിന്റെ ടേസ്റ്റ്. ഓക്കെ.